അത് നെടുമുടി സാറിനെ നെടുമുടി സാർ പല സീനുകളും കണ്ടപ്പോൾ AI വെച്ചിട്ടാണോ ഒറിജിനലാണോന്ന് നമുക്ക് മനസ്സിലാവില്ല. കാരണം എസ് ജെ സൂര്യക്ക് അത്രയും വലിയ റോൾ ഇപ്പൊ ഈ ഒരു പാർട്ടിൽ കൊടുത്തിട്ടില്ല. അടിപൊളിയാണ് ആ സിനിമ. നെക്സ്റ്റ് 3 വരുന്നുണ്ട്. ഇന്ത്യൻ 3ക്ക് ഒരു ചെറിയ ലീഡ് ഇട്ടിട്ടുണ്ട്. ഇന്ത്യൻ പടം അടിപൊളി പടം. എനിക്ക് ഫസ്റ്റ് പാർട്ടിനേക്കാൾ ഇഷ്ടപ്പെട്ടത് സെക്കൻഡ് പാർട്ടാണ്. എങ്ങനെയുണ്ട് കമലഹാസൻ അടിപൊളി. ഫസ്റ്റ് പാർട്ട് നമുക്ക് ആദ്യ ഭാഗത്തിൻ്റെ ആ ഒരു ഇതിനേക്കാളും കൂടുതൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് കണ്ടിരിക്കാൻ തോന്നിയത് കൂടുതൽ സെക്കൻഡ് പാർട്ടിലാണ്. സെക്കൻഡ് പാർട്ട് നമ്മൾ ടൈം പോയി തറഞ്ഞില്ല. എന്നാലും ഫസ്റ്റ് പാർട്ടിനേക്കാളും ഫസ്റ്റ് പാർട്ടും കുഴപ്പമില്ലായിരുന്നു. എന്നാലും സെക്കൻഡ് പാർട്ടാണ് എനിക്ക് കൂടുതലും ഇഷ്ടം. AI വെച്ചിട്ട് നെടുമുടി വേണു സാറിനെ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, അതൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? അത് നെടുമുടി സാറിനെ നെടുമുടി സാർ പല സീനുകളും കണ്ടപ്പോൾ AI വെച്ചിട്ടാണോ ഒറിജിനലാണോന്ന് നമുക്ക് മനസ്സിലാവില്ല. കാരണം കറക്റ്റ് റിയാലിറ്റി പോലെ തന്നെയാണ്. അത് യാതൊരു വ്യത്യാസമായിട്ട് ഫീൽ ചെയ്യുന്നു. ഇന്ത്യൻ 3യുടെ കുറിച്ച് ഇതുണ്ടോ പടത്തില്? ഇന്ത്യൻ 3നെ കുറിച്ച് നെക്സ്റ്റ് ഇയർ ആണ് പടം കാണിക്കണം. അപ്പൊ ഈ സെക്കൻഡ് പാർട്ട് കഴിഞ്ഞാൽ ഇനി അടുത്തതിന് കട്ട വെയിറ്റിംഗ് ആണ് പടം. സൂപ്പർ. കമലഹാസൻ അടിപൊളി. കമലഹാസന്റെ ഒരു മാസം തന്നെയാണ്. അടിപൊളിയാണ് ആ സിനിമ. നെക്സ്റ്റ് 3 വരുന്നുണ്ട്. നല്ല സൂപ്പർ. വെയിറ്റിംഗ് പടം സൂപ്പർ. സൂപ്പർ. കമലഹാസൻ പടം ரொம்ப ഇഷ്ടപ്പെട്ടു. 3 കൊല്ലങ്ങൾ ഇങ്ങനെ വന്നിട്ടുണ്ടല്ലേ, ரொம்ப സൂപ്പർ. ഓക്കെ ബൈ. ഓക്കെ പടം ഈ പറഞ്ഞ പോലെ തന്നെ, അതായത് പടം ഇന്ത്യൻ 1ന്റെ ഫാൻസ് ആയിട്ടുള്ള എല്ലാവരുമാണ് ഇന്ത്യൻ 2 പ്രത്യേകിച്ച് FDFS കാണാം. ഞാനും ഇന്ത്യൻ 1 എന്ന് പറയുന്നത് യൂട്യൂബിലും ടിവിയിലൊക്കെ നമ്മൾ കണ്ട് ഒരു സിനിമയോട് ഇന്ത്യൻ 1 കാണാൻ പറ്റാതിരുന്ന എല്ലാവർക്കും ഇന്ത്യൻ 2 എങ്കിലും കാണാൻ എന്നുള്ളതിലാണ് FDFS വന്നത്. കുഴപ്പമില്ല, പടത്തിൻ്റെ കൺസെപ്റ്റിനോട് നീതി പുലർത്തിയിരിക്കുന്നു. കാരണം കറപ്ഷൻ അഗെയിൻസ്റ്റ് ഫൈറ്റ് ചെയ്യുന്ന ഒരു ലീഡറുടെ കഥയാണ്, ഒരു ഉയർന്നു വരുന്ന ലീഡറുടെ കഥ. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ സിനിമ പൂർണ്ണമായിട്ടും ഒരു ഇപ്പോഴത്തെ റെലവൻ്റ് ആയിട്ടുള്ള സിനാരിയോ ഒക്കെ തുറന്ന് കാണിക്കുന്നു. അതുപോലെ തന്നെ ഇന്ത്യൻ 3 എന്നൊരു സിനിമ വരാൻ പോകുന്നുണ്ടെന്നും കുറച്ച് ബ്രെത്ത് ടേക്കിംഗ് വിഷ്വൽസും ഒക്കെ ഇന്ത്യൻ 3യിലാണ് കൂടുതൽ വരാൻ പോകുന്നതെന്ന് കാണിച്ചിട്ടുള്ള ഒരു ശങ്കറിന്റെ ഒരു മേക്കിംഗ് വിഷ്വൽ ക്വാളിറ്റി ഉള്ള ശങ്കറിന്റെ മേക്കിംഗ് കൊണ്ടാണ് സിനിമ പിടിച്ചിരിക്കുന്നത്. കാരണം ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗ് വരുന്നുണ്ട്, പക്ഷേ സെക്കൻഡ് ഹാഫിൽ അത് മേക്കപ്പ് ചെയ്യുന്നുണ്ട്. കുറച്ച് ചടുലമായ കുറച്ച് ആക്ഷൻ സീക്വൻസ് ഒക്കെ ഉണ്ട്. ഇന്ത്യൻ 3 ഈസ് സംതിങ് മോർ ഇൻട്രസ്റ്റിംഗ് അല്ലെങ്കിൽ മിസ്റ്റീരിയസ് ആയിട്ട് കുറച്ചുകൂടി നന്നായിട്ട് വരാൻ പോകുന്ന രീതിക്ക് ഇന്ത്യൻ 3യുടെ ഒരു ട്രെയിലർ ലാസ്റ്റ് വരുന്നുണ്ട്. അതാണ് സിനിമയുടെ ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് മെയിനായിട്ട് ലാസ്റ്റ് തോന്നിയൊരു കാര്യം. AI വെച്ച് നെടുമുടി സാറിനെ തിരിച്ചുകൊണ്ടുവന്നത്. അയ്യോ, AI കുറിച്ചൊന്നും പറയാം. നെടുമുടി സാർ, അതുപോലെ തന്നെ നെടുമുടി, അതുപോലെ മനോബാല, വിവേക്, അവരൊക്കെ സീൻസ് റിയലി ഷൂട്ട് ചെയ്തപോലെ അത്രയ്ക്ക് പെർഫെക്ഷൻ ആയിട്ടുണ്ട്. VFX ഒക്കെ കൊള്ളാം, കുഴപ്പമില്ല, നല്ല രീതിക്കാണ് സിനിമ എടുത്തേക്കുന്നത്. സിനിമ കുഴപ്പമില്ല, നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടിരിക്കാന്നേ ഉള്ളൂ. നമ്മൾ ഇന്ത്യൻ 1 കണ്ടവർക്കാണെങ്കിൽ അതിൻ്റെ കണ്ടന്റ് ഒക്കെ സെയിം തന്നെയാണ്. പിന്നെ ഏത് കാലഘട്ടത്തിലും ഇതിനൊരു പ്രസക്തി ഉണ്ട്. അതല്ലാതെ ഈ സിനിമയായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് തിയേറ്ററിൽ വന്ന് കണ്ടിരിക്കാം എന്നല്ലാതെ വലിയ ഗുണമൊന്നുമില്ല. പിന്നെ ഇന്ത്യൻ 3ക്ക് ഒരു ചെറിയ ലീഡ് ഇട്ടിട്ടുണ്ട്. അതിന് ശങ്കറിന്റെ മേക്കിംഗ് വിഷ്വൽ ക്വാളിറ്റി വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇപ്പോൾ ഇതിൽ 3 പേരുടെ ഇത് AI യൂസ് ചെയ്തിട്ടുണ്ട്. അതിൽ നെടുമുടി വേണുവിൻ്റെ വലിയ കുഴപ്പമില്ലാതെ നമുക്കങ്ങനെ തോന്നണമൊന്നുമില്ല. പക്ഷെ വിവേകിൻ്റെ ഒക്കെ AIയുടെ സീൻ വരുമ്പോൾ അത് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുന്നുണ്ട്. ബാക്കി പിന്നെ മ്യൂസിക് ആണെങ്കിൽ തന്നെ ആ ഒരു താത്ത വരാറ് ആ ഒരു പാട്ട് മാത്രമാണ് നമുക്ക് ഒരു രസമുള്ളൂ. ബാക്കി പാട്ടുകളൊന്നും അത്ര വലിയ ഇതായിട്ട് തോന്നിയില്ല. എസ് ജെ സൂര്യയുടെ വേഷമൊക്കെ എങ്ങനെയില്ല? എസ് ജെ സൂര്യക്ക് അത്രയും വലിയ റോൾ ഇപ്പോൾ ഈ ഒരു പാർട്ടിൽ കൊടുത്തിട്ടില്ല. ഇനിയിപ്പോൾ 3rd പാർട്ടിലെ ആയിരിക്കും മെയിൻ വില്ലനായിട്ട് കൊടുക്കുന്നുണ്ടാവും. ഇപ്പോൾ ഈ ഒരു പാർട്ടിൽ അത്രയും ഇതായിട്ട് കൊടുത്തിട്ടില്ല. അപ്പം ഇനിയിപ്പോൾ അടുത്ത പാർട്ടിൽ വരുമ്പോഴാണ് അത് എങ്ങനെ ഉണ്ടാവും എന്ന് നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇന്ത്യൻ 1 ആണോ 2 ആണോ ബെറ്റർ?